ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആവേശം വാനോളമുയർന്ന പോരാട്ടങ്ങൾക്ക് പേരുകേട്ട ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി. അവസാനം നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയാണ് സ്വന്തമാക്കിയത്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ 3-1 ഇന്ത്യയെ പരാജയപ്പെടുത്തി സ്വന്തമാക്കുകയായിരുന്നു. പേസർമാരുടെ പ്രകടനമാണ് ഓസ്ട്രേലിയക്ക് ആ പരമ്പര നേടിക്കൊടുത്തതെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയൻ ടീമിൽ നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ബൗളറുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ജോഷ് ഹസൽവുഡ് എന്നീ മികച്ച ബൗളർമാരുടെ പേരല്ല രോഹിത് ശർമ്മ വെളിപ്പെടുത്തിയത് എന്നതാണ് കൗതുകകരമായ കാര്യം. നമ്മളാരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഓസ്ട്രേലിയൻ പേസ് ബൗളറുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. അത് മറ്റാരുമല്ല, ഓസ്ട്രേലിയൻ പേസ് ബൗളർ സ്കോട്ട് ബോളണ്ടാണ്. താൻ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഓസ്ട്രേലിയൻ ബൗളർ അദ്ദേഹമെന്നാണ് രോഹിത് പറഞ്ഞത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മിന്നും പ്രകടനമാണ് ബോളണ്ട് ഇന്ത്യക്കെതിരെ കാഴ്ചവെച്ചത്. ബോളണ്ടിനെതിരെ എങ്ങനെ സ്കോർ ചെയ്യണമെന്ന് കണ്ടെത്താനായി ഇന്ത്യൻ ടീം പിച്ച് മാപ്പ് തയ്യാറാക്കി വിശകലനം ചെയ്തിരുന്നുവെന്ന് രോഹിത് വെളിപ്പെടുത്തി. എന്നാൽ ബോളണ്ടിന്റെ ബോളിംഗ് ആംഗിളുകൾ വളരെ മികച്ചതായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ നേരിടുന്നതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായത്. ബാറ്റർമാർക്ക് സ്വതന്ത്രമായി ഷോട്ടുകൾ കളിക്കാനുള്ള അവസരം ബോളണ്ട് നൽകിയില്ല. ഫുൾ ലെങ്ത് പന്തുകളും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചില്ല. റണ്ണപ്പിലെ പ്രത്യേകതയും ബോളണ്ടിനെ നേരിടുന്നതിൽ വെല്ലുവിളിയായെന്നും രോഹിത് കൂട്ടിച്ചേർത്തു. പരിക്കേറ്റ ഹേസൽവുഡിന് പകരക്കാരനായാണ് സ്കോട്ട് ബോളണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ ടീമിലേക്ക് എത്തിച്ചേർന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 21 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ 3ാമത്തെ താരവും ബോളണ്ടായിരുന്നു. പോളണ്ടിനെ നേരിടാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ മറ്റൊരു ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. 5 ഇന്നിംഗ്സുകളിൽ 4 തവണയും കോഹ്ലിയെ പുറത്താക്കിയത് ബോളണ്ടാണ്. 32-ാം വയസ്സിലാണ് ബോളണ്ട് തന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തന്റെ ഇതുവരെയുള്ള ടെസ്റ്റ് കരിയറിൽ നിന്നും 13 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 56 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്.